മലബാറിലെ പ്രശസ്ത ഭഗവതി ക്ഷേത്രമായ മുണ്ടിയാമ്പറമ്പ് തറക്കുമിത്തൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട ഉത്സവം 26, 27, 28 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ദിവസത്തെ മേളത്ര മഹോത്സവം ഏപ്രിൽ 26, 27, 28 തീയതികളിലായിട്ട് നടക്കുകയാണ്. വിവിധ ആചാരപ്രകാരമുള്ള വിവിധ ചടങ്ങുകളുണ്ട്. ഇത്തവണത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ 26-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ദിവസം ഇലക്ഷൻ കൂടി ആയതുകൊണ്ട് അന്നത്തെ കാര്യങ്ങൾ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ മാത്രമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 27-ാം തീയതി 28-ാം തീയതി പതിവ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനുള്ള സൗകര്യങ്ങളും അതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു. നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഏതാണ്ട് ഉത്സവം പൂർവാധികം ഭംഗിയായി നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം മറ്റൊരു ഉത്സവം കൂടി നമ്മളെ അഭിമുഖീകരിക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പ് ഉത്സവമാണ്. അതുകൊണ്ട് ആദ്യത്തെ ദിവസം അവിടെ ദേവസ്വം LP സ്കൂളുകൾ 2 ബൂത്തുകൾ കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന പ്രദേശങ്ങളിൽ വലിയ തിരക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ദിവസം പരമാവധി ഭക്തജനങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ടെടുപ്പിന് ശേഷം വരുന്ന സമയം മുതൽ 27, 28 തീയതികളിൽ ഭക്തജനങ്ങൾ എത്തുന്നതിൽ കുഴപ്പമില്ല. ആദ്യത്തെ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അതുപോലെ മറ്റ് സൈനികരുടെയും അതുപോലെ പോളിംഗ് ഓഫീസർമാരുടെയും ഒക്കെ നിയന്ത്രണത്തിൽ ആയിരിക്കും എന്നതുകൊണ്ട് ക്ഷേത്രാചാരങ്ങൾ മുടങ്ങാതിരിക്കാൻ ക്ഷേത്രത്തിന് നേരെ കാവിലും കിടപ്പള്ളിയിലും അതിന് സമീപ പ്രദേശത്തുള്ള കാര്യങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നടത്തും. അന്ന് വൈകുന്നേരമാണ് കരിമ്പേശം തറ കറങ്ങുന്നത്. ആ ദിവസം മുതൽ ആ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് തെരഞ്ഞെടുപ്പ് സമയം കഴിയും. പ്രധാനപ്പെട്ട ഞങ്ങൾ ഇതിൻ്റെ ഒരുക്കങ്ങളെന്ന നിലയിൽ പോലീസ്, അതുപോലെ എക്സൈസ്, ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ, അതുപോലെ പഞ്ചായത്ത്, വില്ലേജ്, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ച് അവരുടെ യോഗത്തിലെ തീരുമാനപ്രകാരം അവരുടെ നിർദ്ദേശപ്രകാരം പല കാര്യങ്ങളും നടപടികളും ഇപ്പോഴും എടുത്തു വരുന്നുണ്ട്. ഈ തവണ നമുക്ക് ഇടമഴ കിട്ടിയില്ല എന്നതുകൊണ്ട് കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് മുണ്ടിയാമ്പറമ്പ് അമ്പലവുമായി അതിൻ്റെ പരിസരം. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു 10,000-70,000 ലിറ്റർ ജലം സംഭരിച്ച് വെക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു 40,000-ൻ്റെ ഒരു വലിയ കുഴി കുഴിച്ച് അതിനകത്ത് പ്ലാസ്റ്റിക് ഇട്ട് അതിനകത്ത് സംഭരിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2-3 10,000 ലിറ്റർ ടാങ്കുകൾ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വലിയ ക്ഷാമം ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നു. എന്നാൽ കുടിവെള്ളം പരമാവധി വരുന്നവർ തന്നെ വീട്ടിൽ നിന്നും തിളപ്പിച്ചാറ്റ വെള്ളം എടുത്ത് വരുന്നതായിരിക്കും ഉത്തമം എന്ന് കരുതുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം പോലീസുകാരുടെ നിർദ്ദേശമാണ്. ഈ വരുന്ന വഴിയിൽ അവിടെയായി ചെറിയ റോഡുകളിലൂടെ അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. ഉദാഹരണത്തിന് തെങ്ങോല വഴിയും തെങ്ങോല വഴിയും അതുപോലെ അതിനപ്പുറം കൊടിക്കടൂർ ടൗണിൽ നിന്നും കിടക്കോട്ട് കഴിഞ്ഞാൽ പോകാൻ പറ്റും. പക്ഷെ അത്തരം റോഡുകളിലൂടെ വലിയ വാഹനങ്ങൾ വരാൻ തുടങ്ങിയാൽ അവിടെ ബ്ലോക്കാവുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും എടൂരിന് ആ ഹൈവേയിലൂടെ തന്നെ വന്നിട്ട് അമ്പലത്തിലെത്തിച്ചേരാനുള്ള ശ്രമം ഉണ്ടാവണം. തിരിച്ചു വരുമ്പോൾ മറ്റു വഴിക്ക് വരുന്നതിന് കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ തെങ്ങോല വഴിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള പൂവക്കുന്ന് വഴിയോ ഒക്കെ പോകുമ്പോൾ
സ്വാഭാവികമായും ഇടുങ്ങിയ റോഡാണ് എന്നതുകൊണ്ട് വലിയ വാഹനങ്ങൾ അതിനെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ വാഹനമാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ അവിടെ ബ്ലോക്കാവും. അത് ഒഴിവാക്കാൻ പരമാവധി എല്ലാ വാഹനങ്ങളും എടൂര് വഴി തന്നെ വരാനുള്ള ശ്രമം ഉണ്ടാവണം. മറ്റൊന്ന്, ഇവിടെ കുടിവെള്ളത്തെ പറഞ്ഞപ്പോൾ ഞങ്ങൾ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന നിലയിൽ 4-5 സ്ഥലത്ത് പ്രത്യേകം സംവിധാനം ചെയ്യുന്നുണ്ട്. അതിൽ വെള്ളം തീരുന്നതിനെ കൊണ്ടൊഴിക്കാനും ഒക്കെ ഉള്ള ഏർപ്പാടുകളാക്കുന്നുണ്ട്. അതാണ് അതേപ്പറ്റി പറയാനുള്ളത്. 27-ാം തീയതി ആയിരിക്കും ഏറ്റവും വലിയ തിരക്ക് എന്നതുകൊണ്ട് ഒരു കാരണവശാലും 27-ാം തീയതി വരുന്നവർ എടൂര് വഴി തന്നെ വരാൻ, വാഹനങ്ങളിൽ വരുന്നവർ എടൂര് വഴി തന്നെ വരാനുള്ള ശ്രമം ഉണ്ടാവണം. 27-ാം തീയതി മിക്കവാറും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്നായിരിക്കും. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വരുന്നവരായിരിക്കും 27-ാം തീയതി അവിടെ തമ്പടിച്ച് ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തന്നു വൈകുന്നേരം മടങ്ങും, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ മടങ്ങും എന്ന രീതിയിലാണ് പല ആളുകൾ നടന്നു വരുന്നത്. അതുകൊണ്ട് ആ ദിവസം പരമാവധി നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ ഒഴിവാക്കുക. ക്ഷേത്ര ദർശനം പിറ്റേന്നേക്ക് വന്നതാണ്. പിറ്റേന്ന് 28-ാം തീയതി വലിയ തിരക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പരമാവധി നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ അന്നേ ദിവസം വരാതിരിക്കുന്നത് അവിടെ ഉള്ള തിരക്കിന് ഒരു പരിധി വരെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം പറയാനുള്ളത്, വരുന്നവരൊക്കെ തന്നെ ക്ഷേത്രത്തിലെത്തി ദർശനത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള ശ്രദ്ധയുണ്ടാവണം. ക്ഷേത്രത്തിലെയും ചുറ്റുവട്ടത്തും ധാരാളം CCTV ക്യാമറകളുണ്ട്. അതുപോലെ പോലീസിൻ്റെ കർശന നിയന്ത്രണത്തിലായിരിക്കും. അതുകൊണ്ട് പരമാവധി ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള ശ്രദ്ധ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് അതേക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ഊട്ടുപുരക്കട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തൽക്കാലമായി പഴയ ആ സ്കൂളിൽ വെച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ തിരക്ക് ആ ചെറിയ സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള പ്രയാസം അനുഭവിക്കുന്നത്. എങ്കിൽ കൂടി ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി പരമാവധി എല്ലാവർക്കും ഭക്ഷണം നൽകാനുള്ള സംവിധാനം അവിടെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയുമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കിയെല്ലാം 26-ന് രാവിലെ ഗണപതി ഹോമവും തുടർന്ന് തിരുവാഭരണം ചാർത്തൽ, ദീപാരാധന എന്നിവയും വൈകിട്ട് അറിവിലാൻ ദൈവത്തിൻ്റെ തിറയും നടക്കും. 27-ന് പെരുമ്പേശൻ ദൈവത്തിൻ്റെ തിറയും, ഉച്ചയ്ക്ക് കുണ്ടുങ്കര ചോറുകോറൽ ചടങ്ങും, വൈകിട്ട് വലിയ തമ്പുരാട്ടി തിറയും നടക്കും. 28-ന് ഭഗവതിയുടെ കുളിച്ചെഴുന്നള്ളത്തും തുടർന്ന് ചെറിയ തമ്പുരാട്ടി തിറയും നടക്കും. ക്ഷേത്രം ചടങ്ങുകൾക്ക് തന്ത്രി വിലങ്ങര ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകും. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാവും. തിരഞ്ഞെടുപ്പ് ദിവസമായ 26-ന് ക്ഷേത്ര ചടങ്ങുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും തുടർന്നുള്ള ദിവസങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള ഗതാഗത സ്തംഭനം ഒഴിവാക്കാൻ ഇട റോഡുകളിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കി എടൂർ വഴിയുള്ള മെയിൻ റോഡിലൂടെ ക്ഷേത്രത്തിലെത്തണമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CM ശ്രീജിത്ത്, ട്രസ്റ്റി ബോർഡ് അംഗം വസന്തകുമാർ കനകത്തിടം എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു.